ത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് നമ്മൾ കഴിഞ്ഞയാഴ്ച വരെ നമ്മൾ ചിന്തിച്ച ഭാഗം റോമാലേഖനം 8-ാം അധ്യായം 27 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളാണ്. റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 17 വരെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം 18 മുതൽ താഴോട്ടുള്ളതാകുന്ന വാക്യങ്ങളിൽ 27 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളിൽ പ്രധാനമായിട്ട് the suffering creation and the suffering children of God, ഈ രണ്ട് വസ്തുതകൾ, കഷ്ടതയിൽ അല്ലെങ്കിൽ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന സൃഷ്ടി, ഞരങ്ങുന്ന സൃഷ്ടി, ഞരങ്ങുന്ന ദൈവജനം, അത് ഒടുവിലായിട്ട് നമ്മൾ കണ്ടു ഞരങ്ങുന്ന പരിശുദ്ധാത്മാവ്. അതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഇനിയും ആ ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ 28 മുതൽ 39 വരെയുള്ളതാകുന്ന ആ 12 വാക്യങ്ങൾ പ്രാരംഭമായിട്ടൊന്ന് വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ 28-ാമത്തെ വാക്യമാണ് ഇന്ന്. അതിൻ്റെ ചില വാക്കുകൾ മാത്രമാണ്. ആ വാക്യം മുഴുവൻ നമുക്കിന്ന് ചിന്തിപ്പാൻ നേരമില്ല. ആ വാക്യത്തിൽ നിന്നും പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കും. എങ്കിലും ആ വേദഭാഗം ഒന്ന് വായിച്ച് നമ്മൾ തുടങ്ങുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 28 മുതൽ 39 വരെ ഉള്ളതാകുന്ന ആ തിരുവചന ഭാഗം ഒരാൾക്ക് ഉറക്കെ ഒന്ന് വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരും ആദ്യജാതനാകേണ്ടതിന് അവരുടെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാകും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തവരെ ആ കുറ്റം ചുമത്തും. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. Praise the Lord. അപ്പോസ്തലനായ പൗലോസ് 5-ാം അധ്യായം മുതൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതാകുന്ന വിശുദ്ധന്മാരുടെ ആ വലിയ പദവികളെ കുറിച്ച് താൻ വിവരിച്ചു. ദൈവത്തോടുള്ളതാകുന്ന സമാധാനം, 2 പ്രധാനമായിട്ട് കർത്താവിനോടുള്ളതാകുന്ന ഏകീകരണം, കർത്താവിനോടുള്ള ഐഡന്റിഫിക്കേഷൻ. 3-ാമതായിട്ട് നമ്മൾ കണ്ടു ന്യായപ്രമാണത്തിൽ നിന്നുള്ളതാകുന്ന സ്വാതന്ത്ര്യം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിലുള്ള ജയകരമാകുന്ന ജീവിതം. ഇത്രയും വിഷയങ്ങൾ വളരെ ബൃഹത്തായി വിവരിച്ച ശേഷം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് റോമാലേഖനം 8-ാം അധ്യായം 28 മുതൽ 39 വരെയുള്ളതാകുന്ന ഈ 12 വാക്യങ്ങൾ വളരെ ആഴമാകുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞകാല നിത്യത തുടങ്ങി വരാൻ പോകുന്ന നിത്യത വരെയുള്ള വിഷയങ്ങളെ പൗലോസ് ഇവിടെ വിശദീകരിക്കുക. ദൈവത്തിന്റെ മുൻ അറിവിനെ കുറിച്ച് താൻ പറയുന്നുണ്ട്. ദൈവത്തിന്റെ മുൻ നിർണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. He's talking about the foreknowledge of God and the predestination of God. അതുമാത്രമല്ല, നമ്മെ വേർതിരിപ്പാൻ കഴിയാത്ത ദൈവസ്നേഹത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം പൗലോസ് ഈ വേദഭാഗത്ത് വിശദീകരിക്കുകയാണ്. എന്നാൽ മുകളില് നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞു. ആത്മാവെന്ന
ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് നടന്നിട്ടില്ല. നോട്ട് യെറ്റ്. ഇപ്പോഴും ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടു. എന്നാൽ അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടേക്കുന്നത്. പ്രത്യാശയാലല്ലോ. ഇൻ ദിസ് ഹോപ്പ് വി ആർ സേവ്ഡ്. ഇൻ വാട്ട് ഹോപ്പ്? ദാറ്റ് ഗോഡ് ഹാസ് He had begun something in us. നമ്മുടെ ആത്മാവിനെ ജീവിപ്പിച്ച ശേഷം ഒരു ദിവസം നമ്മുടെ ശരീരത്തെയും തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. അതുവരെ ഈ ശരീരത്തിൽ ഞരങ്ങിക്കൊണ്ട് മീതെയുള്ള ആ കൂടാരത്തെ ധരിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞരങ്ങിക്കൊണ്ട് ഇരിക്കുന്നു. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പുനരുത്ഥാനം, പുതിയ ശരീരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുമ്പോൾ മാനുഷിക ഭാഷയിൽ പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ഉറപ്പൊന്നുമില്ല. ഹോപ്പ്, ഐ ഹോപ്പ് ടു ഗോ ദെയർ, ഐ ഹോപ്പ് ടു ഡു സോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ മേ ഗോ ദെയർ, ഐ മേ നോട്ട് ഗോ ദെയർ. ഇഫ് എവറിഥിങ് ടേൺസ് ഔട്ട് in my way, I will go there. If it doesn't, I will not be able to go there. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നടത്ത് പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും ഒത്തുവന്നാൽ, സാഹചര്യം അനുകൂലമായാൽ ഞാൻ അവിടെ പോകും. അതാ മാനുഷികമാകുന്ന പ്രത്യാശ. എന്നാൽ പൗലോസ് വേദപുസ്തകത്തിൽ പ്രത്യാശ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ എവറിഡേ ലാംഗ്വേജിലുള്ള ആ യൂസേജുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. നമ്മൾ ഐ ഹോപ്പ് സോ എന്ന് പറയുന്നത് പോലെയല്ല ക്രിസ്തീയ പ്രത്യാശ. നേരെ മറിച്ച് ക്രിസ്തീയ പ്രത്യാശ വളരെ ഉറപ്പുള്ളതാണ്. ഇറ്റ് ഈസ് സോ സ്ട്രോങ്. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ഉറപ്പുള്ളതാണ്. ആകട്ടെ പൗലോസേ, എന്തിന്മേലാണിത് നീ ഇത്രയധികം ഉറപ്പിച്ച് പറയുന്നത്? പൗലോസിനോട് ചോദിച്ചാൽ താൻ പറയും, I am convinced because of the steadfastness of the love of God. ദൈവസ്നേഹത്തിന്റെ ഉറപ്പ്, മാറ്റമില്ലായ്മയാണ് നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പെന്ന് പൗലോസ് പറയും. ഈ കാര്യം 3 വിധത്തിൽ താൻ ആവർത്തിച്ച് പറയുന്ന വാക്കുകളാണ് ഈ 12 വാക്യങ്ങൾ. നോക്കുക, നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ അത് വളരെ ഉറച്ചതാണെന്നുള്ളത് 3 നിലയിൽ പൗലോസ് പറയുക ഈ 12 വാക്യങ്ങളിൽ. പക്ഷെങ്കിൽ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഒന്നിനേക്കാൾ മെച്ചമോ അല്ലയോ എന്ന് തോന്നുന്ന നിലയിലാണ് പൗലോസ് അത് സ്റ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗം എനിക്ക് തോന്നുന്ന ചില ആഴ്ചകൾ നമ്മൾ ഈ ഭാഗത്ത് നിൽക്കും. ദൈവം അനുവദിച്ച ഈ വാക്യം തന്നെ നമ്മൾ അടുത്ത ആഴ്ചയുടെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ചിന്തിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പല ഉദാഹരണ സഹിതം വ്യക്തമാക്കിയെങ്കിലേ ഇത് ഹൃദയത്തിലേക്ക് ആഴമായി പതിയത്തുള്ളൂ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ പ്രാർത്ഥന ഇതാ, അനാവശ്യമായിട്ടുള്ള എൻ്റെ വാക്കുകളൊന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കരുത്. നേരെ മറിച്ച് പ്രയോജനമുള്ളതെല്ലാം ആഴമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്. എനിക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പൗലോസ് 3 പെർസ്പെക്റ്റീവ്സിൽ, 3 കാഴ്ചപ്പാടിൽ ഞാൻ ഈ പറഞ്ഞ സത്യം താൻ റീസ്റ്റേറ്റ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ ദ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്, മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തെ കുറിച്ച്.
28-ാമത്തെ വാക്യത്തിൽ തൻ്റെ ആഴമാകുന്ന ചില കൺവിക്ഷൻസ്, ബോധ്യങ്ങൾ താൻ പറയുകയാണ്. തൻ്റെ എന്ന് മാത്രമല്ല, എനിക്ക് സന്തോഷമുള്ളത് ബലഹീനരാകുന്ന നമ്മെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പൗലോസ് പറയുക, നാം അറിയുന്നു. we know, നാം അറിയുന്നു. ഇത്ര ഉറപ്പോടെ പറയുന്ന ഈ ബോധ്യങ്ങൾ എന്താ? അതാ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എല്ലാം നമ്മൾക്ക് ചിന്തിക്കാനൊന്നും നേരമില്ല, നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കും. രണ്ടാമത്, അതിൻ്റെ 29 മുതൽ 30 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളില് നിഷേധിക്കാനാവാത്ത ചില അഫർമേഷൻസ്, അഗെയിൻ ആ ഉറപ്പ്. ആദ്യം തന്റെ കൺവിക്ഷൻ, തന്റെ ബോധ്യം പറയുന്നെങ്കിൽ ഇവിടെ അതേ കാര്യം തന്നെ 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങളില്, അതായത് കഴിഞ്ഞകാല നിത്യത തുടങ്ങി വരാൻ പോകുന്ന നിത്യത വരെയുള്ള ദൈവത്തിന്റെ ആ സേവിങ് പർപ്പസിനെ കുറിച്ചുള്ള തന്റെ വ്യക്തമാകുന്ന ഉറപ്പ് പൗലോസോട് പറയുന്നു. മൂന്നാമതായിട്ട് അതിന്റെ അടുത്ത വാക്യത്തിൽ, അതായത് 31 മുതൽ ആ താഴോട്ടുള്ളതാകുന്ന വാക്യങ്ങളില് പൗലോസ് ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഉത്തരം പറയാൻ എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെയാ പറയാൻ കഴിയുന്നത്? ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുമുണ്ട്. ഉത്തരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അത് നമ്മൾ വിശദമായിട്ട് ദൈവം അനുവദിച്ചാൽ ചിന്തിക്കും. ഇന്ന് നമ്മൾ 28-ാമത്തെ വാക്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോകുകയാണ്. 28-ാമത്തെ വാക്യത്തില് പൗലോസിന്റെ ആ ഉറച്ച ബോധ്യങ്ങൾ എന്താ? റോമൻസ് 8:28, വൈകി വന്നവരുടെ അറിവിന് വേണ്ടി ഞാൻ പറയുന്നു. റോമൻസ് 8:28, തന്റെ ഉറച്ച ബോധ്യങ്ങൾ എന്താ? ഈ വേദഭാഗം 28-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമാകുന്നൊരു വാക്യമാണ്. എനിക്ക് തോന്നേ ദ മോസ്റ്റ് യൂസ്ഡ് ആൻഡ് മിസ്യൂസ്ഡ് ടെക്സ്റ്റ് ഓഫ് ദ ബൈബിൾ, ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമാകുന്ന വാക്യം വേദപുസ്തകത്തിൽ വേറെ ഇല്ല. റോമർ 8:28 പോലെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നു, അതുപോലെ ദുരുപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ദുരുപയോഗിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും ദൈവം അനുവദിച്ച ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം പൗലോസ് ആരംഭിക്കുന്നത്, ഞാൻ ഫോളോ ചെയ്യുന്നത് നമ്മുടെ മലയാളം വേദപുസ്തകത്തിലെ ആ ഓർഡർ അല്ല. എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ പാരലൽ ബൈബിളിൽ നിന്ന് അതിനെക്കുറിച്ച് ഒത്തിരി ട്രാൻസ്ലേഷനിൽ നിന്ന് അതിൻ്റെ സമാന്തരമാകുന്ന ട്രാൻസ്ലേഷൻസ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ന്യൂ ഇന്റർനാഷണൽ വെർഷൻ പറയുന്നത് ഇങ്ങനെ: ആൻഡ് വി നോ ദാറ്റ് ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ലവ് ഹിം, ഹു ഹാവ് ബീൻ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. പറയാം, അനവധി വേർഷൻസ് ഉണ്ട്. 1-2 വെർഷനൂടെ ഞാൻ പറയാം. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ പറയുന്നത്: ആൻഡ് വി നോ ദാറ്റ് ഗോഡ് കോസസ് ഓൾ തിങ്സ് ടു വർക്ക് ടുഗദർ ഫോർ ദ ഗുഡ്, for good to those who love God, to those who are called according to his purpose. King James version, the most favorite version. And we know that all things work together for the good to them that love God, to them who are called according to his purpose. ഈ ട്രാൻസ്ലേഷൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഓരോ ട്രാൻസ്ലേഷനും പല രീതിയിലാണ് വെച്ചേക്കുന്നത്. എങ്കിലും അതിൻ്റെ ആശയങ്ങൾക്ക് ഒരു പക്ഷേ ഗ്രാമാറ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം തോന്നുമെങ്കിൽ തന്നെയും വേദപുസ്തകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളും ചേർത്തും
റോമാലേഖനം 8-ാം അധ്യായം മുഴുവനായും പഠിക്കുമ്പോൾ ഞാൻ ഈ പറയുവാൻ പോകുന്ന ആശയമാണ് എല്ലാ ട്രാൻസ്ലേഷൻസിലും ഉള്ളത്. NIV പറയുന്നത് ഇങ്ങനെ, ഞാനത് സ്വതന്ത്രമായിട്ട് മലയാളത്തിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു, എൻ്റെ ട്രാൻസ്ലേഷൻ കേട്ടോ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയുന്നു. ഞാൻ ഈ ഒരു ഓർഡറിലാണ് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. കാരണം അതിൻ്റെ കറക്റ്റ് ആ വാക്യത്തിലെ ഓർഡറിൽ, അതിൻ്റെ കറക്റ്റ് തിയോളജിക്കൽ ഓർഡറിൽ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പൗലോസ് പറയുന്ന ഒരു കാര്യം, വി നോ. നേരത്തെ ഉള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 22-ാമത്തെ വാക്യത്തിൽ അറിയാവുന്ന വേറൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ, വീനോ. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, വിശേഷിച്ച് അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അറിയാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എന്തുവാ? വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, അറിയാത്ത കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ ഈ 28-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നതാകുന്ന കാര്യങ്ങൾ താൻ വളരെ ഉറപ്പോടെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് പറയുന്നത്. നാം അറിയുന്നു എന്ന് പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഇപ്പം ഇരുന്ന് ദൈവവചനം കേൾക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുന്ന നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തേച്ച് പൗലോസ് പറയുക, നാം അറിയുന്നു, വി നോ. എന്തുകൊണ്ടാണ് ഇത്ര ബോധ്യത്തോടെ പറയുന്നത്? അതിനൊത്തിരി കാരണങ്ങളുണ്ട്. വളരെ ഉറപ്പോടെ പൗലോസ് ഇത് പറയുന്നത്. നാം അറിയുന്നു. എന്താ അറിയുന്നത്? അറിയുന്നത് ഇത്രയേ ഉള്ളൂ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. മലയാളം നമ്മുടെ വെർഷനിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആകട്ടെ, നമുക്ക് ആ വിഷയം ഓരോന്നായിട്ട് ഒന്ന് ചിന്തിപ്പാനാണ് നാം താല്പര്യപ്പെടുന്നത്. ഇവിടെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, in all things God works. സകലത്തിലും, നമ്മുടെ ഭാഷാന്തരത്തില് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നെങ്കിൽ കൂടെയും അതിൻ്റെ ആശയം മറ്റൊന്നാണ്. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ആശയം സകല കാര്യങ്ങളും ഓരോന്നോരോന്ന് തനിയെ നന്മയ്ക്ക് വേണ്ടി കൂടിച്ചേരുകയാണെന്നല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. 5 കാര്യങ്ങൾ അവിടെയുണ്ട്. പ്രധാനമായിട്ട് 3 കൺവിക്ഷൻ പ്രാരംഭമായിട്ടുള്ളത്. 1, ദൈവം പ്രവർത്തിക്കുന്നു. 2, in all things, സകലത്തിലും. 3, നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. നോക്കുക, ദൈവം പ്രവർത്തിക്കുന്നു. എന്തിൽ? സകലത്തിലും. സകലത്തിലും. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. അതിന് വളരെ വിശദീകരണം ആവശ്യം. ഇന്ന് അത് മാത്രമേ പറഞ്ഞുള്ളെങ്കിലും അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കുക. കാരണം വളരെ നമ്മുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞേ തീരത്തുള്ളൂ. ദൈവം പ്രവർത്തിക്കുന്നു സകലത്തിലും. ഈ കാര്യം നമുക്ക് ആദ്യമായിട്ടൊന്ന് ചിന്തിക്കാം. ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. 1, ദൈവത്തിന്റെ സർവാധികാരം, the sovereignty of God in all things, സകലത്തിലും. നോക്കണേ, ദൈവം
സകലത്തിലും എന്താ? ദൈവം സകലത്തിലും സർവാധിപതിയ, സർവാധികാരിയ. പൗലോസ് പറയുന്ന വീണോ, നാം അറിയുന്നു. എന്താ നാം അറിയുന്നത്? ഗോഡ് ഈസ് ഓവർ ഓൾ. കൊലോസ്യ ലേഖനം 1:16 എന്താ വായിക്കുന്നത്? സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഉളവായതൊന്നും. അപ്പോൾ ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് God is over all. ഇത് ജോൺ തോമസ് പറയുന്ന വാക്കുകളാണ് നിങ്ങൾ എടുക്കേണ്ട. എന്നാൽ വേദപുസ്തകം പറയുന്നതാണ് എടുത്തേ പറ്റത്തുള്ളൂ. ആ വിഷയം നമ്മളൊന്ന് തെളിയിക്കാനായിട്ട്, ഉദാഹരണ സഹിതം തെളിയിക്കാനായിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത്. God works in all things. ദൈവത്തിന്റെ സർവാധികാരം. ദൈവത്തിന്റെ സർവാധികാരം എന്തിലൊക്കെയാ? സകലത്തിലും. സകലത്തിലും, ഇൻ ഓൾ തിങ്സ്. സകലത്തിലെന്ന് പറയുമ്പോൾ 17-ാം വാക്യത്തിൽ പറയുന്ന കഷ്ടതയിലും 23-ാം വാക്യത്തിൽ പറയുന്ന ഞരക്കത്തെ കുറിച്ചും, ഇതിനെ എല്ലാത്തിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത പൗലോസ് പറയുന്നത് ദൈവം സകലത്തിലും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ God works in good things as well as in bad things. ദൈവം നന്മയെന്ന്, നല്ലതെന്ന് നമുക്കിപ്പോ തോന്നുന്ന കാര്യത്തിൽ ആരാ ദൈവം പ്രവർത്തിക്കുന്നേ? ആരാ പ്രവർത്തിക്കുന്നത്? ദൈവമാ. എന്നാൽ ഞാൻ അടുത്ത പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. തിന്മയായി ഇപ്പൊ കാണുന്ന കാര്യത്തിലും ആരാ പ്രവർത്തിക്കുന്നത്? സംശയം ഉണ്ടെന്ന് തോന്നുന്നു, തെളിയിക്കാം. തിന്മയുടെയും ഉടയവൻ എന്ന് ഞാൻ പറയുന്ന വാക്കുകൾ ദൈവം അതിന്റെ ഓദർ എന്നുള്ള അർത്ഥത്തിലല്ല, നേരെ മറിച്ച് അതിന്മേൽ സർവാധികാരിയായിരിക്കുന്നത് ആരാ? ദൈവമാ. സർവാധികാരി, പരമാധികാരി, ദ സോവറിൻ ഗാഡ്, ദ ഓൺലി സോവറിൻ ഗാഡ്. അവൻ മാത്രമേ ഉള്ളൂ പരമാധികാരി, സർവാധികാരിയാകുന്ന ദൈവം. അപ്പൊ ഈ സർവാധികാരിയായിരിക്കുന്ന ദൈവം സകലത്തിലും സർവാധികാരിയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, എന്നാൽ ദോഷമായിട്ടൊക്കെ വരുന്നത് അത് പിശാചോ അല്ലെങ്കിൽ മറ്റു ദുഷ്ട മനുഷ്യരോ ഒക്കെ നമുക്കെതിരെ ചെയ്യുന്നതാണ്. നിശ്ചയമായിട്ടും പിശാച് നമുക്കെതിരായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ശ്രദ്ധിച്ചെന്നെ കേട്ടോണം. മറ്റു മനുഷ്യരെ അതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഒത്തിരി ദോഷങ്ങൾ പിശാച് ചെയ്യും. പക്ഷെങ്കിൽ മറ്റു മനുഷ്യരിൽ കൂടെയോ പിശാച് നേരിട്ടോ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ദൈവം സർവാധികാരിയായ അവിടുന്ന് അനുവദിക്കുന്ന, നിർണയിക്കുന്ന, നിയന്ത്രിക്കുന്ന ആ നിലയിൽ മാത്രമേ ചെയ്യപ്പെടുന്നുള്ളൂ. God works. സർവാധികാരിയാകുന്ന ദൈവം സകലത്തെയും അനുവദിക്കുകയും നിർണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതാ സർവാധികാരി എന്ന് പറഞ്ഞാൽ. അല്ലെ പിന്നെ ദൈവം സോവറിൻ അല്ല, സർവാധികാരിയല്ല. പൗലോസ് പറയുന്നത് God works in all things. സർവാധികാരിയാ ദൈവം. സർവാധികാരിയാണെന്ന് എങ്ങനെ അറിയാം പൗലോസെ? ഞാൻ അതിന്റെ ഇല്ലസ്ട്രേഷനാ തരാൻ പോകുന്നത്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന ചില ചിന്തകളൊക്കെ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്കത് ഫെമിലിയറാണ്, പെട്ടെന്ന് അവർക്ക് ഫോളോ ചെയ്യാൻ കഴിയും. എന്നാൽ ആദ്യം കേൾക്കുന്നവര് നിങ്ങൾ
പെട്ടെന്ന് ശ്രദ്ധയോടെ ഇരുന്നെങ്കിൽ മാത്രമേ അത് അതിൻ്റെതാകുന്ന നിലയിൽ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നതിൽ എനിക്കൊരു മടിയില്ല. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഇല്ലസ്ട്രേഷൻസ് എടുക്കാം. ക്രിസ്തു സഭയുടെ ചരിത്രത്തിലും അനേക വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിലും ഒത്തിരി ഉദാഹരണങ്ങൾ നൽകുവാൻ എനിക്ക് കഴിയും. എന്നാൽ ഞാൻ അതിലോട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല, അതിന് നമുക്ക് സമയമില്ലല്ലോ. ഏറ്റവും നല്ല ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് 1-2 ഉദാഹരണങ്ങൾ നമ്മൾ എടുക്കും. 2 ഉദാഹരണങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുക. അത് മുഴുവൻ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുമോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കാം. ഒന്ന്, നമുക്കറിയാം യോസഫിനെ കുറിച്ച്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളിൽ യോസേഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചങ്ങ് പെട്ടെന്ന് അങ്ങ് പോകാം നമുക്ക് പെട്ടെന്ന്. ഓക്കെ, അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വന്നു പെട്ടെന്ന്. നോക്കുക, യോസേഫ് പറയുന്ന ഒരു കാര്യം. ആരാ വാസ്തവത്തിൽ യോസേഫിനെ വിറ്റത്? സഹോദരന്മാരാണല്ലോ. സഹോദരന്മാർ അവനോട് എന്തെല്ലാം ദോഷം ചെയ്തു. പക്ഷെ യോസേഫ് എന്നാ പറയുന്നത്? നിങ്ങളല്ല, ദൈവമാണ്. നോക്കണം, ഇത്രയും വലിയ ദോഷമൊന്നും നമ്മൾ ഇതുവരെ സഹിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ലെങ്കിൽ ധൈര്യത്തോടെ ചങ്കത്ത് കൈവച്ച് പറയണം, ദൈവം പരമാധികാരിയാണെന്ന്. ധൈര്യത്തോടെ പറയണം, ദൈവം സർവാധികാരിയാ. ദൈവത്തിന്റെ അറിവോ അനുവാദമോ മുൻനിർണയമോ ദൈവത്തിന്റെ ഡിസൈനോ രൂപകൽപ്പനയോ ഇല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ വ്യക്തമാക്കാം, അത് വളരെ വ്യക്തമാക്കാം. യോസേഫ് പറയുകയാണ്, മനുഷ്യര് തന്നോട് ചെയ്ത പ്രവൃത്തികളെല്ലാം ഇപ്പൊ ആര് ചെയ്തെന്നാ പറയുന്നേ? ദൈവം ചെയ്തു. ഇനി മറ്റൊരു പ്രധാന ചിന്തയുണ്ട്. ദൈവം സംഭവിച്ചു കഴിഞ്ഞ ചില കാര്യങ്ങളെ ഉപയോഗിച്ച് അതിനെ നന്മയാക്കുകയല്ല, നേരെ മറിച്ച് ദൈവം അങ്ങനെ രൂപകൽപ്പന ചെയ്യുകയാണെന്ന് ഞാൻ പറയും. See, God doesn't use all things after they had happened. Rather, He designs it so. അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു. ഇവനോട് ദോഷമെല്ലാം ചെയ്തു, ഇവന്റെ സഹോദരന്മാർ ദോഷമെല്ലാം ചെയ്തു. എന്നാ ഇനിയിപ്പം ആ ദോഷങ്ങളെല്ലാം ഇങ്ങോട്ടെടുത്ത് ഗുണം അങ്ങ് ആക്കിയേക്കാം. അങ്ങനല്ല ദൈവം ചെയ്യുന്നത്. ഞാനതാ പറഞ്ഞു വരുന്നത്. അതായത് ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? വാക്യങ്ങൾ തരാം. 2 വാക്യങ്ങൾ പ്രധാനമായിട്ട് വായിക്കണം. നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 50-ാം അധ്യായം അതിന്റെ 19-20 ഒന്ന് വായിച്ചേ. ഓക്കെ, അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ ദോഷം വിചാരിച്ചു, ദൈവം അതിനെ എന്ത് ചെയ്തു? ഗുണമാക്കി തീർച്ചു. ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. ഏത്? അവര് ദോഷമായിട്ട് ചെയ്തു, ഒടുവിൽ ദൈവം അതെല്ലാം എന്ത് ചെയ്തു? ഗുണമായിട്ട് ചെയ്തു. അങ്ങനെയല്ല. ഗോഡ് ഡിസൈൻഡ് ഇറ്റ്. ദൈവം അത് രൂപകൽപ്പന ചെയ്തു. ദൈവം രൂപകൽപ്പന ചെയ്തില്ലെങ്കിൽ ദൈവം സർവാധികാരി അല്ലെന്ന് ഞാൻ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? 105-ാം സങ്കീർത്തനം ഒന്നെടുത്തേ. നമ്മൾ വേദപുസ്തകം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. 105-ാമത്തെ സങ്കീർത്തനം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ആര് ദേശത്ത് ക്ഷാമം അയച്ചു? ദൈവം. വായിച്ചു. ഓടിച്ചു കളഞ്ഞു. ആളെ അയച്ചു. ആരയച്ചു? ദേശത്ത് ക്ഷാമം ആരയച്ചു? ഈവിൾ അല്ലേ? ഈവിൾ അല്ലേ അത് ക്ഷാമം എന്ന് പറഞ്ഞാൽ? പുസ്തകം എന്നാ പഠിപ്പിക്കുന്നത്?
ഞാനിതാ പറഞ്ഞത്, ഈവിൾ തിങ്സിന്റെ മുകളിൽ ഇരിക്കുന്നത് ആരാ? ദൈവമാ. അല്ലെങ്കിൽ ദൈവം സർവാധികാരി അല്ല. ദൈവം അയച്ചു, ദേശത്ത് എന്ത് അയച്ചു? ക്ഷാമം അയച്ചു. ദൈവം ആരെ അയച്ചു? യോസഫിനെ അയച്ചു. അടുത്ത വാക്യം. നോക്കുക, അപ്പൊ ദൈവം അയച്ചു. God sent him. God designed it. God, ദൈവം രൂപകൽപ്പന ചെയ്തു ഇങ്ങനെ സംഭവിക്കണം. എന്തിനാ ദൈവം ഇതൊക്കെ രൂപകൽപ്പന ചെയ്യുന്നതെന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ വരും. ഇന്ന് എനിക്കത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നമുക്ക് ശ്രമിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മൾ പല പസിൽസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. വൈ ലോഡ്, വൈ ലോഡ്, വൈ? എന്നാ കർത്താവേ, എന്നാ കർത്താവേ? ഇന്ന് നമുക്ക് കഴിയുമെങ്കിൽ വചനത്തിൽ നിന്ന് അതിന്റെ മറുപടി കണ്ടെത്തി പോകണം. സമയമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. 66-ാം സങ്കീർത്തനം പെട്ടെന്ന് നമുക്കൊന്ന് എടുക്കാം. ഈ ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ചുള്ള ചില വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 66-ാമത്തെ സങ്കീർത്തനം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ 1 മുതൽ നമ്മൾ വായിക്കുന്ന വാക്യങ്ങൾ അതൊന്നും വായിക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരം, 3-ാം വാക്യം. അങ്ങനെ പ്രവർത്തികളെ കുറിച്ചൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ വന്ന് പ്രവർത്തികളെ നോക്കുവിൻ, 5-ാം വാക്യം. എന്നിട്ട് ദൈവം ചെയ്ത വലിയ വീണ്ടെടുപ്പിനെ കുറിച്ചും സമുദ്രത്തെ വറ്റിച്ചതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് താഴോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. എന്നിട്ട് അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചേ. നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. എങ്ങനെയാ ഞങ്ങളെ പരിശോധിച്ചത്? വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവമേ, അവിടുന്ന് എന്ത് ചെയ്തു? ഞങ്ങളെ എന്ത് ചെയ്തു? വലയിലകപ്പെടുത്തി. ഞങ്ങളെ വലയിലകപ്പെടുത്തി എന്ന് മാത്രമല്ല, അവിടുന്ന് പിന്നെ അവിടുന്ന് എന്ത് ചെയ്തു? ഒന്ന് ഇമാജിൻ ചെയ്തേ. ഈ സങ്കീർത്തനക്കാരൻ തന്റെ ആ കഷ്ടത, തന്റെ ആ ക്ലേശം, ഇന്ന് നമ്മൾ എന്തോ പറഞ്ഞാലും ബന്ധനം ബന്ധനം, പിന്നെ ബന്ധനം അഴിക്കാൻ വേറെ ആളെ, ബന്ധനം അഴിക്കാൻ ആരെയും കൊണ്ടുവരണ്ട. സകല ബന്ധനത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് നമ്മുടെ ദൈവമാ, ഇല്ലേ? അപ്പൊ വേറെങ്ങും പോകേണ്ട. നീ ഞങ്ങളെ എന്ത് ചെയ്തു? വലയിലകപ്പെടുത്തി. വലയിലകപ്പെടുത്തിയത് മാത്രമാണോ? വലയിൽ കിടക്കുമ്പം, അയ്യോ, ഈ അവസ്ഥ ഒന്ന് ചിന്തിച്ചേ. വലയിൽ കിടന്നാകപ്പാടെ ഞെരുവിളി കൊള്ളുക. അപ്പൊ ഒരു ഭാരം കൂടെ, ഒരു വലിയ കല്ലൂടെ എടുത്ത് മുതുകത്തോട്ട് വെച്ചു. നീ വായിച്ചേ അടുത്തത്. അവിടുന്ന് മനുഷ്യരെ ഞങ്ങളുടെ, ഒന്ന് ശ്രദ്ധിച്ചേ, വല, മുതുകത്തൊരു ഭാരം, പിന്നെ മനുഷ്യരോട് പറഞ്ഞു ഇവരുടെ മണ്ടേ കൂടെ കയറി ഓടാൻ. അടുത്തത് അതുകൊണ്ട് തീർന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തു? തീയിലും വെള്ളത്തിലൂടെ കടന്നു. താഴോട്ട് എനിക്ക് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ലല്ലോ. ഞാൻ ദൈവത്തിന്റെ സർവാധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ്. ദൈവം പ്രവർത്തിക്കുന്നു. ദോഷത്തിലും ദൈവമാ സർവാധികാരി, നന്മയിലും ദൈവമാ പരമാധികാരി. ഈ ലോകത്തിലെ ഒരു ശക്തിയുമല്ല, ഒരു ദുഷ്ടപിശാചുമല്ല, ഒരു ക്ഷുദ്രപ്രയോഗമല്ല, ഒരു വരത്തുപോക്കുമല്ല. എന്റെ ദൈവമാ സർവാധികാരി. ദൈവമാ സർവാധികാരി. ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ്. ദൈവം, ഒന്നുകൂടെ പറയട്ടെ, ഒരു കൈവശവുമല്ല. ദൈവമാ സർവാധികാരി. ദൈവമാ സർവാധികാരി. നീ ഞങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ടും താഴോട്ട് പറയുന്നതന്നെ എങ്കിലും. അപ്പൊ നന്മ ചെയ്യുന്നവൻ മാത്രമല്ല ദൈവം എന്ന് പറഞ്ഞാൽ, ദൈവം എപ്പോഴും നന്മയാ ചെയ്യുന്നത്. എന്നാൽ ദോഷം മനുഷ്യരെ ഞങ്ങളുടെ മുതുകെ കയറ്റി ഓടിച്ചതും ആരാ? നീയാ. അവിടുന്ന്, എന്റെ കർത്താവേ, അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആകട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. ഇത് 1-ാമത്തെ ഉദാഹരണം. 2-ാമത്തെ ഉദാഹരണം, വേദപുസ്തകത്തിൽ നിന്ന് പല ഉദാഹരണങ്ങൾ നമ്മൾ കാണണം. 2-ാമത്തെ ഉദാഹരണം യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ അല്പം നിൽക്കും, കാരണം അല്പം വിശദീകരണം ആവശ്യമുണ്ട്. അവിടെ
നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിന്റെ സങ്കീർത്തന പുസ്തകത്തിന്റെ തൊട്ടു മുൻപിലുള്ള പുസ്തകമാണ്. യോബിന്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ 1-ാമത്തെ അധ്യായം, സങ്കീർത്തനം എല്ലാവർക്കും പരിചയമായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സങ്കീർത്തനം പോലെ തന്നെ തോന്നും അത്. ആകട്ടെ, അതിന്റെ 1-ാമത്തെ അധ്യായത്തില് യോബിന്റെ ഭക്തിയെക്കുറിച്ചും ഒക്കെ ആ പുസ്തകം എഴുതിയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് എഴുതിയ ആ ഓഥർ പറയുന്ന കാര്യങ്ങളാണ്. ഒരു സ്റ്റേറ്റ്മെന്റ്, വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. എന്താ? അവന് നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ടകലുന്ന നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു. പിന്നെ ദൈവഭക്തനായതുകൊണ്ട് ദോഷം വിട്ടകലുന്നവനായിരുന്നു. പിന്നെ അവനുണ്ടായിരുന്ന ഭൗതികവും പുത്രസമ്പത്തും, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് പറഞ്ഞേച്ച് അതിന്റെ 4-ാം വാക്യം മുതൽ അവന്റെ ഭക്തിയുടെ ഒരു ഇലിസ്ട്രേഷൻ പറയുക. ഇലിസ്ട്രേഷൻ, ദൈവത്തോടുള്ള ഭക്തി. എൻ്റെ മക്കള് ദൈവത്തോട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാകുമോ എന്ന് കരുതി യാഗം കഴിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അത്ര ഭക്തനാകുന്ന ഒരു മനുഷ്യനെയാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. എന്നാൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതാകുന്ന കാര്യങ്ങൾ താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 6 മുതലുള്ളതാകുന്ന വാക്യങ്ങളില് പിശാച് വരുന്നതും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ശേഷം 13 മുതലുള്ള വാക്യങ്ങളിൽ സംഭവിച്ച സംഭവങ്ങൾ നമുക്കറിയാം. ആദ്യം പുത്രന്മാരും പുത്രിമാരും മരിക്കുന്നു. അത് കഴിഞ്ഞവന്റെ ആടും മാടും ഇതെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം ഒരു പക്ഷേ എപ്പോഴാ സംഭവിച്ചതെന്ന് നമ്മൾക്കറിയത്തില്ല, എങ്കിലും ഒരു ദിവസം കൊണ്ടായിരിക്കാം സംഭവിച്ചത്. അതെ, ഒരു ദിവസം കൊണ്ട് അത് സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് ചെയ്ത പ്രവർത്തികളെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ കാര്യങ്ങൾ, ആ കാര്യത്തെക്കുറിച്ച് യോബിന്റെ ആ കാഴ്ചപ്പാട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. യോബ് എന്താ പറയുന്നത്? അതിന്റെ 1:12 നമുക്കറിയാം പിശാച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങള് ചെയ്യുന്നത്. അതിന്റെ 1:12 വായിച്ചേ. നോക്കുക. അപ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമാ, പിശാച് ഒത്തിരി ദോഷങ്ങൾ യോബിന് ചെയ്തു. അതിന്റെ 2:6 കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ, പെട്ടെന്ന് അങ്ങ് പറയാം. ഈ 2:6 ബ്രദറെ, 2:6. നോക്കുക, ആദ്യം പറയുന്നു, സാത്താനോട് എന്നാ പറയുന്നേ? അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, പക്ഷെ അവനെ എന്ത് ചെയ്യരുത്, തുടരുത്. പിന്നെ നമുക്ക് സ്റ്റോറി അറിയാലോ. 2:6 വരുമ്പോൾ അവന്റെ പ്രാണനെ മാത്രം തുടരുത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാ, പിശാചാണ് ഈ കാര്യമെല്ലാം ചെയ്യുന്ന, സംശയമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവിടെ പിശാചിനെ ദൈവം ഇത് അനുവദിച്ചപ്പം, പിന്നീട് നമ്മൾ എന്തിനാ ദൈവം അനുവദിച്ചെന്നൊക്കെ ദൈവം അടുത്ത ആഴ്ചയിൽ ചിന്തിക്കും. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, സ്നേഹത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. ദൈവം അനുവദിച്ചപ്പോൾ ദൈവം എങ്ങനെയാ അനുവദിച്ചത്? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഈ കടിക്കുന്ന പട്ടിയെ തൊടലേലിട്ട് പിടിച്ചേക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ പിശാചിന്റെ കഴുത്തിൽ ഒരു കയറുണ്ട്. അത് ഇരിക്കുന്നത് ആരുടെ കയ്യിലാ? ദൈവത്തിന്റെ കയ്യിലാ. Thus far and no further. ആദ്യം പറഞ്ഞു അവൻ ഉള്ളതൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, പക്ഷേ അവന്റെ പ്രാണനെ അവനെ തൊടരുത്. രണ്ടാമത് പറഞ്ഞു, അപ്പൊ രണ്ടാമത് പിശാച് എന്ന് പറഞ്ഞു, അവനെ തൊടുമ്പോ അറിയാം വിവരം, നിന്നെ ത്യജിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ, അവനെ തൊട്ടോ, പക്ഷെ അവന്റെ പ്രാണനെ മാത്രം
തൊടരുത്. അപ്പോഴാരുടെ കയ്യിലായിരിക്കുന്നത്? ഇന്നത്തെ തിയോളജി എന്നാന്നറിയോ? ഇന്ന് ഞാൻ ചില തെറ്റുകൾ തിരുത്താൻ വേണ്ടിയാ മനഃപൂർവ്വം ഞാൻ പല കാര്യങ്ങൾ കേൾക്കുന്നത് ഒന്ന് സംഗ്രഹിച്ച് പറയണമല്ലോ. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കണം. ഞാൻ അടുത്ത സമയത്ത് കേട്ട് എനിക്ക് വളരെ ദുഃഖം തോന്നി. അതായത് ക്യാൻസർ വന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ആ ആൾക്ക് കയറി ക്യാൻസർ പിടിച്ചു പോലും. അപ്പോൾ എനിക്ക് മനസ്സിലാകാൻ വയ്യാത്തൊരു കാര്യം, ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ എംപ്ലോയറിന്റെ കീഴിൽ ഞാൻ ജോലി ചെയ്യുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് എൻ്റെ കയ്യിലെ ടൂളും പിടിച്ചെറിഞ്ഞ് എനിക്ക് 2 തല്ലും തരുമ്പം അത് കണ്ടിങ്ങനെ നോക്കി നിന്ന് ചിരിക്കുന്ന എംപ്ലോയറാണ്. പിന്നെ ആ എംപ്ലോയറിനെ സേവിക്കേണ്ട കാര്യം എനിക്കുണ്ടോ? അവനേക്കാളും ബലമുള്ള ഇവനെ പോയി സേവിച്ചാ പോരെ? മനസ്സിലാകുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവാത്മ നിയോഗത്താൽ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകളിൽ നിന്നും എന്നെ സംരക്ഷിപ്പാൻ കഴിയാത്തവനാണ് എന്റെ ദൈവമെങ്കിൽ ആ ദൈവത്തെ എന്തിനാ ഞാൻ സേവിക്കുന്നത്? സിമ്പിൾ ലോജിക് ഡിമാൻഡ്സ് ദാറ്റ് ഐ ഷുഡ് ഗോ ആൻഡ് സെർവ് ഹിം ദാൻ ദിസ് ഫെലോ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കുന്ന അങ്ങനെ. ഇപ്പൊ കേൾക്കുന്ന പോലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എല്ലാവരും ഇവിടെ നിന്നൊന്നും മേടിച്ചോണ്ട് പോകരുത്, എല്ലാവരും ഇട്ടേച്ചു പോക്കോണം. എന്നായി പറയുന്നേ? ഇവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ കാര്യം. ദൈവമാണോ സർവാധികാരി? അത് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടേ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ കാര്യം. പിശാച് ചെയ്യുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിലാണോ അല്ലയോ? അതിനു മുൻപ് ഒരു കാര്യം കൂടെ, യോബിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് സാധാരണ ഉദ്ധരിച്ച് കേൾക്കുന്ന ഒരു വാക്യമുണ്ട്. അതിനൊരു ഡിഫൻസ് നൽകി നമുക്ക് മുൻപോട്ട് പോകാം. 3:25 യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഭയപ്പെട്ടത് തന്നെ. അപ്പൊ ഈ പലരുടെ ഒരു കീ വേഴ്സ് അത്. യോബ് ഭക്തനും നിഷ്കളങ്കനും ഒക്കെ ആയിരുന്നു, പക്ഷെങ്കിൽ എപ്പോഴും പേടിയായിരുന്നു, ഇതൊക്കെ പോയാലോ. അങ്ങനെ അന്ന് യോബ് ഭക്തനല്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം, ഇന്നല്ല അടുത്ത ആഴ്ച. ഇത് പോയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ ഭക്തനല്ല. കാരണം എന്താണ്? ഞാൻ വ്യക്തമാക്കാതെ ഇതല്ല അതിന്റെ കാരണമെന്നുള്ളത് വ്യക്തമാണ്. അത് ഇപ്പൊ പറഞ്ഞു മുൻപോട്ട് പോകാം. അതിന്റെ 2:3 ഒന്ന് പറഞ്ഞ് വായിച്ചേ. 2:3. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു, അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടവനും. ഇതാര് പറയുന്നതാ? യഹോവ. വായിച്ചു. അവൻ തന്റെ ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്നു, വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന്. ഇംഗ്ലീഷ് വേദപുസ്തകമുള്ളവരൊന്ന് വായിക്കാമോ ആ വേഴ്സ്? മോളെ അതിന്റെ താഴെയോട്ടുള്ള ആ സെക്കൻഡ് പാർട്ട് അങ്ങ് വായിച്ചാൽ മതി. You have incited me against him without any reason. ദൈവമാ പറയുന്നത്. എന്താ? നീ അവനെതിരെ എന്നെ ഇൻസൈറ്റ് ചെയ്തു, അതിന് ഒരു കാരണവും ഇല്ല. അവൻ ദൈവഭക്തനാ, നിഷ്കളങ്കനാ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം പറയുക അതിനൊരു കാരണവും ഇല്ലെന്ന്. പിന്നെന്താ കാരണം? നമ്മൾ അടുത്ത ആഴ്ചയിൽ അത് ചിന്തിക്കും. എന്നാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവം പറയുന്നു അതിനൊരു കാരണവുമില്ല. പക്ഷേ പിന്നെ നമുക്ക് വേറെ ദിവസം വായിച്ചാൽ കഴിയാം, അതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് കാരണങ്ങളില്ല. അവന്റെ കുഴപ്പം കൊണ്ടല്ല വന്നെന്ന് ദൈവം പറയുന്നു. പക്ഷേ ദൈവത്തിന് അതിലൊരു ഉദ്ദേശമുണ്ട്. അത് നമുക്ക് ചിന്തിക്കാം. എന്നാൽ 2-ന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ
അതിന്റെ ഒന്നാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം വായിച്ചേ. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ആ നഗ്നനായി മടങ്ങിപ്പോകും. ആ യഹോവ തന്നു, ആ യഹോവ എടുത്തു. ആ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോക്കുക പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നമ്മൾ കണ്ടു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. അപ്പൊ ദൈവം പരമാധികാരിയായതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന സകലത്തിലും ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? thus far and no further. നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ അനുവദിക്കാതെ പരീക്ഷയോടുകൂടെ എന്ത് ചെയ്യും? പോക്കുവഴി ഉണ്ടാക്കും. thus far, ഇത്രയും മതി, ഇത്രയും മതി. ദൈവം അതിരിട്ട് എത്രത്തോളം വേണമെന്ന് ദൈവത്തിന് അറിയാം, അത്രത്തോളം ദൈവം ചെയ്യും. അത് നമ്മൾ കണ്ടു. 2, ഇവിടെ യോബ് പറയുക പിശാചാ ചെയ്തതെന്ന് നമുക്കറിയാം. അതിന്റെ 13 മുതൽ വായിച്ചറിയാം. ഇവിടെ യോബ് എന്നാ പറയുന്നത്? യഹോവ തന്നു, യഹോവ എടുത്തു, എന്നിട്ട് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബ് പറയുക പിശാചു കൊണ്ടുപോയെന്നല്ല, മന്ത്രവാദി കൊണ്ടുപോയെന്നല്ല, കൈവശം കൊണ്ടുപോയെന്നല്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതും കൊണ്ടുപോയെന്നല്ല. പിന്നെന്താ പറയുന്നേ? യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പൊ പിശാച് ചെയ്തതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യത്തിൽ യോബ് പറയുന്നു നോ. ആ വിഷയത്തിന്റെ അപ്പുറം യോബ് കാണുക. അതിന്റെ എല്ലാം പുറകില് കഴുത്തെ തൊടല് കിടക്കുമ്പോ അതെ പിടിച്ചോണ്ടിരിക്കുന്നവനെ കണ്ടിട്ട് പറയാ യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാഡ് ഈസ് സുപ്രീം. ദൈവം പരമാധികാരി. ഗാഡ് വർക്ക്സ്. പിശാചല്ല പ്രവർത്തിക്കുന്നത്. യെസ്, പിശാചിനെ കൊണ്ടും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിശാചും ദൈവത്തിന്റെ ദാസനാണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ അപ്പച്ചൻ പറയാതെ അനങ്ങാനൊക്കെയല്ല, അവൻ അനങ്ങാനൊക്കെയല്ല. നമ്മുടെ പരമാധികാരിയാകുന്ന കർത്താവ് പറയാതെ ചെറുവിരൽ അനക്കാൻ അവനൊക്കെയല്ല. കാരണം കഴുത്തെ തൊടല് കിടക്കുക, അപ്പച്ചൻ പിടിച്ചേക്കുക. ഇത് മനസ്സിലാക്കണം. ഗാഡ് വർക്ക്സ്. യഹോവ തന്നു, പിശാചാ ചെയ്തതെന്ന് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിലും യോബ് പറയുന്നത് എന്താ? യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ. 2-ാമത്തെ അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. അന്നേരം യോബ് ഭാര്യയെ കയറി പൊട്ടി എന്നൊന്നും വിളിച്ചില്ല. പിന്നെന്തുവാ പറഞ്ഞേ? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുക. എന്തിനാ നീ അതുപോലെ സംസാരിക്കുന്നത്? എന്നിട്ട് പറയുക അവന്റെ കയ്യിൽ നിന്ന് നാം എന്ത് ചെയ്തു? പിന്നെ അടുത്ത വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ മനസ്സിൽ. അവന്റെ കയ്യിൽ നിന്ന്. ആരുടെ കയ്യിൽ നിന്ന്? അപ്പൊ യോബ് പറയുന്നത് എന്താ? പ്രിയമുള്ളവരെ, നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് ചിന്തിക്കണം. സ്വർഗം ഒന്ന് ഭാവന ചെയ്തേ. അപ്പൊ യഹോവയുടെ സന്നിധിയിൽ ദൈവപുത്രന്മാർ ചെന്നു, പിശാചു അവിടെ ചെന്നു. ആദ്യം ചെന്നു, ആ സംഭവം നമുക്കറിയാം. 2ാമത് ചെന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത്, ശരീരത്തെ മുഴുവൻ ബാധിച്ചോ. ശരി, അതും കഴിഞ്ഞ് ഇവിടെ നിൽക്കുക പിശാചും സ്വർഗത്തിലെ സകല ദൂതന്മാരും ഇങ്ങനെ നിൽക്കുമ്പോൾ യോബ് എന്താ ചെയ്യുന്നത്? യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ കയ്യിൽ നിന്ന് നന്മ അനുഭവിച്ചു, തിന്മയും അനുഭവിക്കരുതോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചിന്തയിൽ സ്വർഗത്തിലെ സകല ദൂതന്മാരും ചേർന്ന് പറഞ്ഞു കാണും, യോബിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പിശാച് തലകുണിച്ച് കാണും അവിടെ, ഇല്ലേ? കാരണം പിശാച് ലക്ഷ്യം എന്തായിരുന്നു? തെളിയിക്കണമായിരുന്നു യോബിന്റെ ഉള്ളിൽ ദൈവത്തോട് സ്നേഹം ഇല്ലെന്ന് തെളിയിക്കണമായിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്നാ? യഹോവ തന്നു, യഹോവയുടെ കയ്യിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും ആകട്ടെ. ഇത് യോബിന്റെ ഒരു റോങ് തിയോളജിയാണോ? വേദനയും പ്രയാസവും ഒക്കെ വന്നപ്പം
നമ്മൾ കേട്ടില്ലേ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രം എന്നൊക്കെ പറയുന്നത് പോലെ വല്ല സിൻഡ്രം കയറി പിടിച്ച് അബദ്ധം വിളിച്ചു പറഞ്ഞതാണോ? വിശുദ്ധ ഗ്രന്ഥകാരൻ എന്താ രേഖപ്പെടുത്തിയേക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിന്റെ 42-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 11-ാം വാക്യം. ആ ആ മുമ്പേ അവന് പരിചയപ്പെട്ടവരൊക്കെയും അവന്റെ അടുക്കൽ വന്നു. ആ അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. ആ യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥ ഒന്ന് ശ്രദ്ധിക്കണേ, വായിച്ചങ്ങ് പോകരുതേ. ഒന്ന് ശ്രദ്ധിച്ചേ, ആ വാക്കൊന്ന് വായിച്ചേ. യഹോവ അവന്റെ മേൽ യഹോവ അവന്റെ മേൽ. ആരുടെ മേൽ? യോബിന്റെ മേൽ. അപ്പൊ ആരാ വരുത്തിയത്? അയ്യോ, യോബിന്റെ പുസ്തകം 2-ാം വാക്യം 6-ാം വാക്യവും ഇതും തമ്മിൽ കോൺട്രഡിക്ഷൻ ആണോ? അല്ല, രണ്ടും ഒരു കാര്യമാണ് പറയുന്നത്. ഒരിടത്ത് പറയുന്നു സാത്താൻ എന്ത് ചെയ്തു, ഇവിടെ പറയുന്നു യഹോവ അവന്റെ മേൽ വരുത്തിയ അനർത്ഥത്തെ കുറിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഗോഡ്, എന്റെ പ്രിയരെ, നമ്മുടെ ദൈവം ആരാന്നാ നമ്മൾ ചിന്തിക്കുന്നേ? സർവാധികാരിയായി, പരമാധികാരിയായി, സർവശക്തനായി വിരാജിച്ചരുളുന്ന ആ ദൈവം തമ്പുരാന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ ഈ ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാ പൗലോസ് പറയുന്നത് നാം അറിയുന്നു, we know. അതുകൊണ്ട് ആ തല ഉയർത്തി നിന്ന് ചോദിക്കുന്നത്, ആർ ഞങ്ങളെ വേർവിളിക്കും, വേർതിരിക്കും? ആപത്തോ വാളോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതിനോ, മരണത്തിനോ ജീവനോ, ഉയർച്ചകൾക്കോ താഴ്ചയ്ക്കോ, എന്തിനേറെ യാതൊന്നിനും ഞങ്ങളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. എന്റെ പ്രിയരെ, നമ്മൾ ആരാ? മനസ്സിലാക്കണേ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാല് യോബിനും അവന്റെ സ്നേഹിതന്മാരും ഈ കഷ്ടതയുടെ വൈ സഫറിങ് എന്നുള്ള കാര്യം അവർ ഗ്രാപ്പിൾ ചെയ്യുമ്പോൾ, അവർ അതിനെക്കുറിച്ച് ഇങ്ങനെ മല്ല് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സജഷൻസ് പലരും പറയുന്നുണ്ട്. ചിലപ്പോൾ പറയുന്നുണ്ട്, ഓ ദൈവം അവന്റെ നീതി അല്ലല്ലോ ഇത്, അവിടുന്ന് നീതിമാനല്ലല്ലോ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവര്. അവിടുന്ന് നന്മയല്ലല്ലോ ഈ ചെയ്ത്, അതൊക്കെ അവർ പരാതിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യോബിന്റെ ഭാര്യ അടക്കം, തൻ്റെ 4 സ്നേഹിതന്മാരടക്കം യോബിന്റെ വാക്കുകളും എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഈ പരമാധികാരത്തെ കുറിച്ച് അവർക്ക് ഒരു തർക്കവും ഇല്ല. ഇവരെല്ലാം ഒന്നിച്ച് ഒരു സ്വരത്തിൽ പറയും, ആരാ ചെയ്തത്? ദൈവമാ ചെയ്തത്. എന്നാൽ ഇന്നത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഇന്ന് ദൈവത്തിന്റെ ഈ പരമാധികാരത്തെ കുറിച്ച്, സർവാധിപത്യത്തെ കുറിച്ച് പെന്തക്കോസ്തുകാരിൽ ഭൂരിഭാഗത്തിനും വിശ്വാസമില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. വളരെ വളരെ ശ്രദ്ധയോടെ നമ്മളത് മനസ്സിലാക്കണം. ആകട്ടെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എൻ്റെ ചിന്ത അവസാനിപ്പിക്കാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ മാനുഷികമാകുന്ന ഈവിളാണ്, തിന്മയാണ് മാനുഷികമാകുന്ന നിലയിൽ കാൽവറി ക്രൂശ് എന്നുള്ളത്, ഇല്ലേ? എന്നാൽ അതിനെക്കുറിച്ച് 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരുടെ കാഴ്ചപ്പാട് എന്താ? ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സുവിശേഷം, പണ്ടൊക്കെ, ഇപ്പോഴല്ല, വായിക്കുമ്പോൾ വായിച്ച് ആ സ്റ്റോറിയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ, oh, if only Jesus had slipped away. ആദ്യം ചെയ്തതുപോലെ ആദ്യം മലയുടെ മുകളിൽ കൊണ്ടുവന്നേച്ച് ആ പട്ടണം പടുതേക്കുന്ന മലയുടെ മുകളിൽ കൊണ്ടുവന്നേച്ച് തള്ളിയിടാൻ നോക്കി യേശു അവരുടെ നടുവിൽ കൂടെ അങ്ങോട്ട്. അപ്പൊ ഈ സ്റ്റോറി വായിച്ച് ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഓ ഇപ്പം പെട്ടെന്ന് അങ്ങ് മാറിയിരുന്നെങ്കിലോ. എന്നാൽ 4-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. The human evil and divine plan, it is very well stated. അവരെല്ലാം ഒന്നിച്ചുകൂടി ചില കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ചെയ്തത് എന്തുവാ?
വായിച്ചേ. സംഭവിക്കണമെന്ന് സംഭവിക്കണം എന്നതിന്റെ കയ്യും അതിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നത് സത്യം. അപ്പൊ അവര് ചെയ്തത് എന്തേ ഉള്ളൂ? സംഭവിക്കണമെന്ന് നീ ഡിസൈഡ് ചെയ്തു, അവിടുന്ന് ഡിസൈഡ് ചെയ്തു, അവിടുത്തെ ആലോചനയായിരുന്നു. പക്ഷേ ആരാ ചെയ്തത്? മനുഷ്യരാ ചെയ്തത്. പൊന്തിയോസ് പിലാത്തോസും ജാതികളും യഹൂദന്മാരും കൂടെ ചെയ്തു. പക്ഷേ ദൈവമേ, അവിടുന്ന് ഡിസൈഡ് ചെയ്തത്, സംഭവിക്കണമെന്ന് അവിടുന്ന് നിർണയിച്ചത് മാത്രമേ സംഭവിച്ചുള്ളൂ. അയ്യോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവമാ സർവാധികാരി. മറന്നുപോകരുതേ, ഗാഡ് വർക്ക്സ് ഇൻ ഓൾ തിങ്സ്. എനിക്ക് അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ സമയമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. പൗലോസിനോട് ചോദിച്ചേ, പൗലോസ് തന്നെ പറയും ദൈവമാ സർവാധികാരി. ഒത്തിരി ഉദാഹരണങ്ങൾ തരാൻ എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഗലാത്യ ലേഖനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 4:13 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഗലാത്യയിലുള്ള വിശുദ്ധന്മാരോട് താൻ പറയുന്ന ഇങ്ങനെയാ: ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാൻ. പൗലോസ് പറയുകയാണ്, നിങ്ങൾ സുവിശേഷം കേൾക്കാനിടയായി തീർന്നത് എനിക്ക് രോഗം പിടിച്ചത് കൊണ്ടാ. അതാ അതിന്റെ അർത്ഥം. ശരീരത്തിലെ, അതുകൊണ്ട് അതായിട്ട് പറയുന്നത്, അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പം നിങ്ങൾ ഒരു വെറുപ്പോ ഒന്നും കാണിച്ചില്ല, ഒരു ദൈവദൂതനെ പോലെ എന്നെ സ്വീകരിച്ചു. പിന്നെ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് തരാൻ തക്കവണ്ണം നിങ്ങൾ ഒരുക്കമായിരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പൗലോസിന് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ആയിരിക്കാം, ശരിയായിരിക്കാം. സർ വില്യം റാംസേ എന്ന് പറയുന്ന ആ കർത്താവിന്റെ ഭൃത്യൻ വളരെ മനോഹരമാകുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇന്റർനെറ്റിൽ അത് അവൈലബിൾ ആ, വായിക്കണം. കിട്ടിയാലെന്നല്ല, അത് വായിക്കും. വില്യം റാംസേ എഴുതിയ സെയിന്റ് പോൾ ദ ട്രാവലർ എന്ന് പറയുന്ന ആ ബുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നതിൽ ഒന്ന്, ഈ ഗലാത്യയിൽ ചെന്ന സംഭവത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ അതിന്റെ ഒരു തെളിവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിസിദിയ ദേശത്തുള്ളതാകുന്ന അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദെർബെ എന്ന ഈ സഭകൾ, എന്ന ദേശങ്ങളിലുള്ള സഭകളാണ് ഗലാത്യ സഭകൾ. 13-ാം അധ്യായം അതിന്റെ 13 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവര് പൗലോസും കൂടെയുള്ളവരും പാംഫോസിൽ നിന്ന് കപ്പൽ നീക്കി ഒന്നാമത്തെ മിഷണറി യാത്രയിൽ പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു, യെരുസലേമിലേക്ക് മടങ്ങിപ്പോയി. റാംസേ പറയുന്നത് യോഹന്നാൻ വിട്ടുപിരിഞ്ഞതിന്റെ കാരണം തന്നെ പൗലോസിന്റെ രോഗവും എപ്പോഴും ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കേണ്ടി വരുന്നതും ഒക്കെ ഓർത്തായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നത്. ആയിരിക്കാം, നമുക്കറിയില്ല. എനിവേ, സംതിങ് ഹാപ്പൻ ദർ. അവിടെ എന്തോ സംഭവിച്ചെന്നുള്ളത് ആ വാക്യം വായിച്ചാൽ മനസ്സിലാവും. അടുത്ത വാക്യം, അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ. അപ്പോൾ ഈ പംഫുല്യ ദേശത്ത് പെർഗയിൽ വചനം പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു, പക്ഷെ പ്രസംഗിച്ചില്ല അവിടെ. അന്നേരം പെട്ടെന്ന് നേരെ പംഫുല്യ ദേശം എന്ന് പറയുന്നത് കോസ്റ്റൽ പ്ലെയിനാ. നമ്മൾ പൗലോസിന്റെ മിഷണറി യാത്രയുടെ അറ്റ്ലസ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവിടെ താമസിച്ചില്ല. പെട്ടെന്ന് എന്തോ പ്രസംഗിക്കണമെന്ന് ഓർത്തു വന്നു, പക്ഷെ പ്രസംഗിച്ചില്ല. നേരെ പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലേക്ക്, അതായത് ഗലാത്യ സഭകൾ ഉള്ളതാകുന്ന ആ സ്ഥലത്തേക്ക് പോയി. എന്നാൽ അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായത്തിൽ അതിന്റെ 24-25 പിന്നെ തിരിഞ്ഞ് ഒരു സർക്കിള് ചെയ്ത് തിരിഞ്ഞു വരുമ്പോൾ അവർ പിസിദ്യയിൽ കൂടി കടന്നു, പംഫുല്യയിലെത്തി, പെർഗയിൽ വചനം പ്രസംഗിച്ചു. ആദ്യം അങ്ങോട്ട് പോയപ്പോൾ അവിടെ എന്ത് ചെയ്തില്ല, പ്രസംഗിക്കാൻ പോയി, പക്ഷെ പ്രസംഗിച്ചില്ല. അപ്പോ എന്തോ സംഭവിച്ചു. ഗലാത്യ ലേഖനം 4:13 പറയുന്നു, എന്റെ ശരീരത്തിലെ ബലഹീനത നിമിത്തം അത്രേ ആദ്യം നിങ്ങളോട് വചനം. അപ്പോ അവിടെ വെച്ച് രോഗം പിടിച്ച് കാണാം. അവിടെ ആ പ്രത്യേക കാലാവസ്ഥയിൽ തനിക്ക് തുടരാൻ കഴിയാത്തത് കൊണ്ട് പെട്ടെന്ന് ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് താൻ പോയി. നമ്മൾ അറ്റ്ലസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ അങ്ങനെ പോകാനിടയായത് എന്തുകൊണ്ടാ? രോഗം വന്നതുകൊണ്ടാ. അപ്പൊ പൗലോസ് ഈ ബോധ്യം തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് പൗലോസിന് ഒരു കാര്യം അറിയാം,
തൻ്റെ ജീവിതമെന്ന് പറയുന്നത് ചുമ്മാതെ ഈ ഹസാഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ച് നമ്മൾ ചിലർ പറയാറുണ്ടല്ലോ, വെള്ളത്തിലെ ആമ്പൽ പോലെ ഇങ്ങനെ അങ്ങനെയല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. നീ അറിയാതെ ഒരു വാക്ക് എൻ്റെ വായിൽ ഇല്ല. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഇന്ന് സന്ധ്യാസമയം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നതും എളിയവനാകുന്ന ഞാനും ഇവിടെ നിന്ന് നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുന്നതുമെല്ലാം എൻ്റെ തമ്പുരാൻ നിർണയിച്ചിട്ട് സംഭവിച്ചതാണെന്ന് ഞാൻ നന്നായി അറിയാം. സോ ഗാഡ് വർക്ക്സ്. നന്മയെന്ന് എനിക്ക് തോന്നുന്ന കാര്യത്തിൽ മാത്രമല്ല, തിന്മയെന്നും ദോഷകരമെന്നും ഇപ്പോൾ കരുതുന്ന കാര്യത്തിലും ആര് പ്രവർത്തിക്കുന്നു? ദൈവം പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇപ്പോൾ അവസാനിപ്പിക്കാം, 2-3 മിനിറ്റിനുള്ളിൽ. ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ. ദൈവത്തെ സ്നേഹിക്കുന്ന അത് വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കണം. യോബിന്റെ പുസ്തകത്തിലേക്ക് പിന്നെയും നമ്മൾ മടങ്ങിപ്പോകും അടുത്ത ആഴ്ചയിൽ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അടിച്ച് പൊട്ടിച്ച് ആമത്തിൽ കാലിട്ട് അവിടെ ഇരുന്നപ്പം നമ്മൾ എന്താ വായിക്കുന്നത്? അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. സ്തുതി എന്തിനു വേണ്ടിയിട്ടുള്ള? നന്ദി. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് പറഞ്ഞാൽ അറിയാം, ബോധ്യമുണ്ട്. നടികേറ്റതും വസ്ത്രം പറിച്ചുരിഞ്ഞ് റോമാ പൗരന്മാരായിരുന്നിട്ട് പോലും കോൽ കൊണ്ടടിച്ചതും അപമാനിക്കപ്പെട്ടതും എല്ലാം സർവശക്തനാകുന്ന അപ്പച്ചന്റെ കൺട്രോളിലും നിയന്ത്രണത്തിലും അവിടുന്ന് രൂപകൽപ്പന ചെയ്തതും അവിടുന്ന് അനുവദിച്ചതുമല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ബോധ്യമാണ്. ആ അവസ്ഥയിലും അവരെന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഗാഡ് വർക്ക്സ് ഇൻ ഓൾ തിങ്സ്. എന്തിനു വേണ്ടി? നന്മയ്ക്ക്. എന്താ നന്മ? അത് നമ്മൾ അടുത്ത ആഴ്ചയിൽ വിശദമായിട്ട് ചിന്തിക്കും. എങ്കിലും ഇപ്പൊ ഞാൻ ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. നന്മയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന്റെ 28-ാമത്തെ വാക്യം കഴിഞ്ഞ് അതിന്റെ 29-ഉം 30-ഉം വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചേ. ഇംഗ്ലീഷ് വേദപുസ്തകത്തില് ഈ 2 വാക്യം കൂടെ ഒന്ന് ചേർത്താ പറഞ്ഞേക്കുന്നത്. NIV വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, we know in all things God works together for the good that for them that love him, those who are called according to his purpose. എന്നിട്ട് for വായിച്ചേ. മോളെ വായിച്ചേ. മലയാളത്തില്ല, ഇംഗ്ലീഷില്. for those God called. അപ്പോ മുകളിൽ പറഞ്ഞത് കണക്ട് ചെയ്യുക, ചേർക്കുക. ഫോർ എന്തുകൊണ്ടെന്നാൽ ദൈവം വിളിച്ചവരെ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ മുൻനിയമിച്ചവരെ, മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവം നല്ലവനാകൊണ്ട് ആത്യന്തികമായി ദൈവത്തിൽ നിന്നും നന്മ മാത്രമേ വരത്തുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ the very nature of God, he is good. യഹോവ എല്ലാവർക്കും നല്ലവനാ. അവന്റെ സകല സൃഷ്ടികളോടും അവന് കരുണ തോന്നുന്നു എങ്കിൽ
യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതലിനോട് ദൈവത്തിന് കരുണ തോന്നത്തില്ലയോ? അനേകം സഹോദരന്മാരിൽ അവിടുന്ന് ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പണ്ടുകാലത്തെ ഭക്തനാകുന്ന ഒരു മനുഷ്യൻ പാടി, നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ വ്യക്തമായി യുക്തമായി കൃപയിൻ കരുതൽ അറിയും ഞാൻ. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് അന്നാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, ദൈവത്തോട് ചോദിക്കേണ്ട കാര്യവുമില്ല. എല്ലാം ക്ലിയർ ആയിരിക്കും, ഒരു സംശയവും നിത്യതയിലില്ല. അന്ന് ഞാൻ അറിയും ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന്. ഗാഡ് വർക്ക്സ്. എന്റെ പ്രിയരെ, ദൈവമാ പ്രവർത്തിക്കുന്നത്. ലോക ചരിത്രത്തിലും ദൈവമാ പ്രവർത്തിക്കുന്നത്. ഈ സകല രാഷ്ട്രങ്ങളുടെ മുകളിലും നമ്മുടെ സർവശക്തനാകുന്ന ദൈവമാ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാമോ, വേദപുസ്തകത്തിൽ ഒരു ഉദാഹരണമുണ്ട്, അത് പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ 2-ാം അധ്യായം 1 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അഗസ്തോസ് കൈസരുടെ വാഴ്ചയിൽ ഒരു എഡിക്റ്റ്, ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എന്താ വിളംബരം? എല്ലാവരും ചെന്ന് പേർവഴി ചാർത്തേണം. ഒരു രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിക്കുക. അങ്ങനെ വിളംബരം പുറപ്പെടുവിച്ചത് കൊണ്ട് ആരെങ്ങോട്ട് പോയി? താഴോട്ട് വായിച്ചാൽ അറിയാം. യോസേഫ് മറിയയും കൊണ്ട് എങ്ങോട്ട് പോയി? ബേത്ലഹേമിലേക്ക് പോയി. എന്തുകൊണ്ടാ പോയത്? രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചുകൊണ്ടാ പോയത്. പക്ഷേ അതിൻ്റെ മുകളിലിരിക്കുന്ന മഹാരാജാവ് അതിനൊക്കെ മുൻപ് ഒരു വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. നീയോ എഫ്രാത്തയിലുള്ള ബേത്ലഹേമേ, നീ യഹൂദ ഗോത്രങ്ങളിൽ ചെറിയവനാണെങ്കിലും എൻ്റെ ജനത്തെ നയിക്കേണ്ടവൻ നിന്നിൽ നിന്ന് വരുമെന്ന് മഹാരാജാവ് ഒരു വിളംബരം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഈ ലോകത്തിലെ രാജാവ് സമയമായപ്പോൾ ഒരു വിളംബരം പുറപ്പെടുവിച്ചെന്നേ ഉള്ളൂ. God is our all. Who is our God? നമ്മുടെ ദൈവം ആരാ എൻ്റെ പ്രിയരെ? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ചയിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആ വാക്യം തന്നെ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.